ഇന്നിപ്പോ എന്താ പരിപാടി എന്നല്ലേ? കണ്ടപ്പോ തന്നെ മനസ്സിലാവും. എന്തെങ്കിലും ഉണ്ടാക്കാൻ തന്നെയായിരിക്കും. അതെ, ഉണ്ടാക്കാൻ തന്നെയാണ്. അപ്പൊ എന്തായാലും 3 സാധനങ്ങളാണ് നമുക്ക് സജസ്റ്റ് വന്നിട്ടുള്ളത്. ഇന്ന് സജസ്റ്റ് ചെയ്ത കമന്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്ത കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത്. നമുക്ക് എന്തായാലും ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് സജസ്റ്റ് വന്നിട്ടുള്ള ഹണി ബണി നോട്ട്ബുക്ക് ആണ്. സെക്കൻഡ് വന്നിട്ടുള്ള നമ്മുടെ സ്വന്തം ബ്ലൈൻഡ് ബാഗ് ആണ്. തേർഡ് വന്നിട്ടുള്ള ഒരു ക്യാൻഡിൽ ഹോൾഡർ ആണ്. അപ്പൊ ഫസ്റ്റ് തന്നെ ഹണി ബണി നോട്ട്ബുക്ക് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. എന്തായാലും നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പം എന്തായാലും ഫസ്റ്റ് നമ്മൾ എൻ്റെ ഈ ഒരു ബോർഡ് ഇലക്ട്രിക് ബോർഡ് അവിടെ വെക്കട്ടെ. എന്തായാലും ASMR പോലെ വെട്ടിഷോ കാണിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ഫസ്റ്റ് നമുക്കൊരു A4 ഷീറ്റ് എടുക്കണം കേട്ടോ. തൊണ്ടയിലൊക്കെ സൗണ്ട് പോയി. A4 ഷീറ്റ് എടുക്കുക, അതിനെ രണ്ടാക്കി മടക്കണം നമുക്ക് കേട്ടോ. അപ്പം ഏകദേശം ഇങ്ങനെ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ഫസ്റ്റ് ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് ഇതൊരു സിമ്പിൾ വേ ആണ് കേട്ടോ ബുക്ക് ഉണ്ടാക്കണേ. പിന്നെ അങ്ങോട്ട് മടക്കാം. നമ്മുടെ വീശിട്ട് ഉണ്ടാക്കണ പോലെ ഉണ്ടല്ലോ, ആ സംഭവം തന്നെയാണ്. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കാം. എന്നിട്ട് പുതിയ ടൈപ്പ് ബുക്ക് മേക്കറാണ് കേട്ടോ ഇത്. എൻ്റെ ഭാഗമാണെന്നാണ് തോന്നുന്നത്. അപ്പം എന്തായാലും നമ്മൾ അതിനെ പിന്നെ അങ്ങോട്ട് മടക്കാം. എന്നിട്ട് നമുക്ക് അതിനെ രണ്ടാക്കി ഫോൾഡ് ചെയ്യാന്നേ. അപ്പൊ പിന്നെ ബാക്കിൽ ബുക്ക് മറക്കാൻ വേണ്ടിയിട്ട് ഒരു തടസ്സം ഉണ്ടാവും. അപ്പൊ അതിനെ നമുക്കൊന്ന് ജസ്റ്റ് വെട്ടിക്കൊടുക്കാം. അപ്പം ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് വെട്ടിക്കൊടുത്ത് സെറ്റാക്കി കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ ഈ ഒരു തടസ്സമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ വെട്ടാൻ ഞാനങ്ങനെ അവസാനം വെട്ടി ഞാൻ ജസ്റ്റ് നോട്ട് പാഡ് ആക്കാൻ കേട്ടോ. പിന്നെ നമ്മുടെ കമന്ററിന്റെ അഭിപ്രായം അനുസരിച്ച് നമ്മുടെ ബുക്കാക്കണല്ലേ നല്ലത്. അപ്പൊ പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് പിന്നെ ചെയ്തിട്ടെന്താ. അതും തന്നെ കമന്റർ സജസ്റ്റ് ചെയ്യാൻ എന്താക്കുന്ന അറിയോ? ഹണി ബണിയുടെ നോട്ട്ബുക്ക് അത്ര. ഓക്കെ, നമ്മൾ ഹണി ബണീനെ തന്നെ സെറ്റാക്കി എടുക്കാം. ഓ, ഹണി ബണി തീം ശരിയാവോ എന്നറിഞ്ഞൂടാ. അത് ഹണി ബണി ആവോ അതോ ടോം ആൻഡ് ജെറി ആവോ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ബാക്കിൽ അപ്പൊ ഇങ്ങനെയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് ഭാഗത്ത് നോട്ട്ബുക്ക് അല്ലേ, അപ്പൊ നോട്ട് പാഡ് അല്ലല്ലോ. നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് വെട്ടിയെടുക്കണം. അപ്പൊ എന്തായാലും ഇതിപ്പോ ഞാൻ എന്താ കുടുങ്ങിയ പോലെയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ബാക്കി വന്ന ഭാഗം ഒന്ന് ജസ്റ്റ് വെട്ടിക്കൊടുത്താൽ മതി. എന്നിട്ട് ബാക്ക് ഭാഗം ഒന്ന് ഇങ്ങനെ ഞാൻ പിടിച്ചേക്കണ ഭാഗത്തൊന്ന് വെട്ടിക്കൊടുക്കുക. എന്നിട്ട് അത് ഒരുമിച്ച് കൂട്ടുക, ഫയല് പോലെ അങ്ങനെ സ്റ്റാപ്ലർ ചെയ്യുക. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പൊ നോട്ട്ബുക്ക് ഉണ്ടാക്കണ പണി ഭയങ്കര സിമ്പിളാണ്. ഇനി ഹണി ബണി എങ്ങനെ ഉണ്ടാക്കുന്നതാണ് പേടി. പിന്നെ ഞാൻ വിചാരിച്ചു ഹണി ബണിക്ക് ജോൽമാലൊക്കെ ഇതാണ്, പക്ഷെ പറ്റില്ല ഗൈസ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ സ്റ്റാപ്ലർ ഒക്കെ വെച്ചിട്ട് ഇന്ന് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി ഹണി ബണി ഉണ്ടാക്കേണ്ടതിന്റെ പാടാണ്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ എവിടുന്നാ തുടങ്ങാന്ന് മനുഷ്യന് പിടിയില്ല. അപ്പൊ ഇതാണ് നമ്മുടെ നോട്ട്ബുക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഹണി ബണിയിൽ എങ്ങനെ നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ വേറെ ഏതെങ്കിലുമൊക്കെ തീം നിങ്ങൾക്ക് മണ്ടക്കേറ്റി വെക്കാട്ടോ. പക്ഷെ ഞാനിവിടെ ഹണി ബണിയാണ് എടുക്കുന്നത്. അപ്പൊ എന്തായാലും ഹണി ബണി എടുക്കാൻ വേണ്ടിയിട്ട് ഹണീനെ തന്നെ ഫസ്റ്റ് ഐശ്വര്യമായി തുടങ്ങാം. അപ്പൊ അതിനായിട്ട് കളർ പേപ്പറോ അല്ലെങ്കിൽ സ്റ്റിക്കിനായിട്ട് എടുക്കാം. കളർ പേപ്പർ ആവുമ്പോൾ അതിന് സ്ക്വയർ അളവ് എടുത്ത് വെട്ടണം. പക്ഷെ ഇതാവുമ്പോ പിന്നെ ഒറ്റയടിക്ക് വലിയ കിട്ടാലോ. അപ്പൊ ഫസ്റ്റ് റെഡ് എടുക്കാന്ന് വെച്ചു. അപ്പൊ അത് വേണ്ടാന്ന് വെച്ച് ബ്ലാക്ക് എടുത്തു. ഇത് ലോങ് വീഡിയോ ആക്കാൻ കാരണം ഷോർട്സ് ഇടാൻ പറ്റില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഇനി കുറെ സജഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ താങ്ക് യു ഫോർ ഓൾ ദി സജഷൻസ്. ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ എന്താ പറയാ, ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കാൻ, വാൾ ഡെക്കോർ ഉണ്ടാക്കാൻ, പിന്നെ ബുക്ക് മാർക്ക് ഉണ്ടാക്കാൻ, പിന്നെ എന്താ വന്നിട്ടുള്ളത്, പിന്നെന്തോ വന്നിട്ടുണ്ട്. യെസ്, ക്യാൻഡിൽ ഹോൾഡർ ഉണ്ടാക്കാൻ. ഇതൊക്കെ കുറെ സജഷൻസ് നമുക്ക് കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ അതൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ വെക്കേഷനൊക്കെ ടൈമിലായിരിക്കും ഇനി പകുതി മുക്കാൽ സാധനങ്ങളും ഉണ്ടാക്കാൻ പോകുന്നത്. ബിക്കോസ് ഇപ്പൊ അടുത്തൊന്നും പറ്റില്ല എന്നാണ് തോന്നുന്നത്. പരീക്ഷയൊക്കെ ഇല്ലേ, ശനി ഞായറും കിട്ടുമ്പോ ലീവൊക്കെ കിട്ടും. അപ്പൊ നമ്മൾ ഹണിനെ വെച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഹണിയാണോ കിറ്റിയാണോ എന്ന് മനസ്സിലാവില്ല കേട്ടോ. സെക്കൻഡ് ബണിക്ക് ബ്ലാക്ക് ആണ് വേണ്ടത്, പക്ഷെ ബ്ലൂ ആണുള്ളത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ബ്ലാക്ക് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അല്ലെങ്കിൽ വൈറ്റോ ഗ്രേ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. നമ്മൾ ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് സ്കെച്ചല്ല പെൻ വെച്ചിട്ട് ബണിനെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഹണി കുഴപ്പമില്ല. ഹണി ഏകദേശം ഇപ്പൊ 2 കിറ്റിയുടെ പോലെ ആയിട്ടുണ്ട്. ഹണി ബണിയൊന്നും അല്ലട്ടത്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിനൊന്ന് വെട്ടിയെടുക്കാം. ഒരു ട്രാൻസിഷൻ കണ്ടാലോ, 1 2 3 കണ്ടോ. കൊളായി ഗൈസ്, എന്നാലും കുഴപ്പമില്ല. അപ്പൊ എന്തായാലും 2 കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അതിനെ പേസ്റ്റ് ചെയ്ത് വെക്കണം മക്കളെ. ഞാനൊന്ന് ഫസ്റ്റ് പേസ്റ്റ് ചെയ്യുന്നത് പൊസിഷൻ നോക്കണം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഹണി. അപ്പൊ എന്തായാലും കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ഒക്കെ വെക്കാം കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് വെക്കാൻ പാടില്ല. നമ്മൾ ഇച്ചിങ്ങനെ ഡാർക്ക് ആക്കിയും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ട് ഒട്ടിക്കണം. അപ്പോൾ വായത്തെ തൊണ്ടത്ത് വെള്ളം വെറ്റി ഗൈസ്. വായത്തെ തൊണ്ടേ എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. എന്തായാലും വെള്ളം വെറ്റി. അപ്പൊ എന്തായാലും നമുക്ക് കണ്ണിലോട്ട് പോകാം. അപ്പൊ എന്താ പോയി കഴിഞ്ഞല്ലോ, പിന്നെന്താ അടുത്ത ബണിന്റെ പരിപാടിയാണ്. ഹണി എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാട്ടോ. അപ്പോൾ സത്യം പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഇപ്പോൾ ഹണി ബണിയൊക്കെ ഒരു
ബോയ് ആണാണെങ്കിലും പക്ഷെ ഇപ്പൊ നമ്മൾ അതിനെ ട്രാൻസിഷൻ ചെയ്ത് പെണ്ണാക്കി. പാവം ഹണിയുടെ പണിയുടെയും വിദ്യയാണ് ഗൈസ്. അപ്പൊ എന്തായാലും ഇനി ബ്ലാക്ക് സ്കെച്ച് വിട്ടിട്ട് മാർക്കർ വെച്ചിട്ട് നമുക്ക് ഔട്ട്ലൈനും സംഭവങ്ങൾക്ക് കൊടുക്കാം. ബണീനെ കൊളാക്കി ഗൈസ് ഞാൻ. അപ്പോൾ അവസാനം കൊളായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാളും നല്ല ഹണി തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഹണി ബണി കാണുന്ന ഫാൻസ് ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. അപ്പോൾ ഒരു കാര്യം വെച്ചാൽ ഒരു മടിയും വിചാരിക്കേണ്ട, നമ്മൾ ഇത്ര വലുതായാലും നമുക്ക് കാർട്ടൂണൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും അടിയിൽ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. എവിടെ വെക്കണം എന്നാണ് കൺഫ്യൂഷൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഇച്ചിരി സ്പേസ് ഇട്ടിട്ടുണ്ട് എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് സംഭവം. ഈ സ്റ്റിക്കി നോട്ടിൽ നമുക്ക് ഇങ്ങനെ വിളിച്ച സ്റ്റിക്കർ ആണ് കേട്ടോ. ഇത് നമുക്ക് സ്റ്റിക്കറാക്കി ഒട്ടിക്കാനും പറ്റും കേട്ടോ. ഇത് പക്ഷെ ചിലയിൽ ഒട്ടിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് ഒട്ടിക്കുന്ന ടൈപ്പാണ്. നമ്മളത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ മോളിത്തെ സ്പേസ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഈ ഹണി ബണി എഴുതിട്ടോ. ഹണി ബണി അല്ല, ശരിക്കും ഫസ്റ്റ് വിചാരിച്ചു ഹണി ബണിക്ക് ജോർമെന്നൊക്കെ എഴുതാന്ന്. പക്ഷെ പറ്റിയില്ല ഗൈസ്. അപ്പൊ എന്തായാലും നമ്മൾ ഏകദേശമൊക്കെ എഴുതുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ബോറടിച്ചു എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇങ്ങനെ ഉണ്ടെന്ന് പറയാട്ടോ. കഷ്ടപ്പെട്ടിട്ട് ഒരാളും സജസ്റ്റ് ചെയ്യുന്നില്ല ഗൈസ് ബാക്ക്ഗ്രൗണ്ട് പൊളിയാന്ന്. പക്ഷെ ഞാൻ എന്തൊക്കെയാണെന്ന് അറിയോ വീഡിയോക്ക് വേണ്ടി ബാക്ക്ഗ്രൗണ്ട് ശരിയാക്കുന്നത്. അപ്പോൾ നമുക്കൊരു സ്റ്റഡി ടേബിൾ ഇട്ടിട്ടുണ്ട്. സ്റ്റഡി ടേബിൾ ഡെക്കോർ, അതുപോലെ തന്നെ വാൾ ഡെക്കോർ, അതുപോലെ തന്നെ കബോർഡ് മേക്കിംഗ്, ഷെൽഫ് മേക്കിംഗ്, ബുക്ക് മേക്കിംഗ്, ഫുള്ള് ടൈപ്പ് വീഡിയോസ് ഉണ്ടാവും. പക്ഷെ ഇപ്പം അല്ല ഗൈസ്, പരീക്ഷ കഴിയട്ടെ. ഓക്കെ, പരീക്ഷ കഴിഞ്ഞ് വെക്കേഷന് കുറേ പ്ലാൻസ് ഉണ്ട്, ഐഡിയാസ് ഉണ്ട്. എല്ലാം നമ്മൾ നടത്തിയിട്ടേ പോകുള്ളൂ. നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം എന്തായാലും ഇതെങ്ങനെയുണ്ടെന്ന് പറയാം. ഈ വർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മാർജിൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ വല്ല ഡിസൈൻസ് ഉള്ളിലിടാം, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പം നമ്മുടെ ബുക്ക് കളക്ടേഴ്സിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പ് ഞാൻ കൂടെ ഒന്ന് കാണിച്ചു തരാം. എങ്ങനെയാണെന്ന് പറ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്തുള്ള സബ്സ്ക്രൈബിലേക്ക് ഒന്ന് അമർത്തിക്കൂടി. തൊട്ടടുത്തുള്ള ബാക്കി പറയണ്ടല്ലോ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ബട്ടൺ, അയ്യോ തെറ്റിപ്പോയല്ലോ, സബ്സ്ക്രൈബ് ചെയ്യാത്താണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. സജഷൻ ഉണ്ടെങ്കിൽ ഇതുപോലെ കമന്റ് ചെയ്യണം. അപ്പോൾ ഇനി ഇപ്പം ഹണി ബണിയാണ്. ഇനി അടുത്ത് എന്താ വരാൻ പോയെന്ന് അറിഞ്ഞൂടാ. വല്ല വാലവീറോ ടോം ആൻഡ് ജെറി ആയിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ കുറേ സജഷൻ ഉണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മൾ ബ്ലൈൻഡ് ബാഗ് അങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സീ യു ലേറ്റർ, ബൈ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ എക്സാം.